നമസ്കാരം. കാശ്മീർ മറ്റൊരു റെക്കോർഡ് നേട്ടം സൃഷ്ടിച്ച സന്തോഷകരമായ റിപ്പോർട്ടാണ് ഇന്നലെ വൈകിട്ടോടെ പുറത്തു വന്നത്. മുൻപൊക്കെ ഭീകരവാദികളുടെ സ്വാധീനവും പാകിസ്ഥാൻ സ്വാധീനവും ഭീകരവാദികളുടെ വിരട്ടലും എല്ലാം മൂലം ജനാധിപത്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചില സമീപനമായിരുന്നു കാശ്മീരിൽ ചില മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ തിരഞ്ഞെടുപ്പ് ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് കാശ്മീർ. ഭീകരവാദികളുടെ വിരട്ടലും വിലപേശലും ഒന്നും കാശ്മീരിലെ ജനങ്ങൾ ഇപ്പോൾ വകവെക്കുന്നില്ല. ഇന്നലെ വോട്ടെടുപ്പിന് 2 ദിവസം മുൻപ് പോലും തിരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രവർത്തിച്ച ഒരു മോദി അനുകൂലിയായ മുസ്ലിം യുവാവിനെ ക്രൂരമായി കൊന്നുകൊണ്ട് ജനങ്ങളെ വിരട്ടാനുള്ള ശ്രമം ഭീകരവാദികൾ നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും കാശ്മീർ ജനത വകവെച്ചില്ലെന്ന് മാത്രമല്ല, മുൻപ് ഭീകരവാദികൾ ഏറെ ഉണ്ടായിരുന്ന, ഇപ്പോൾ ഭീകരവാദികളെ ഇന്ത്യൻ സേന തുരത്തി ഓടിച്ച ബാരാമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. 59%. 58.90 പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ 1984-ലാണ് ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. മെച്ചപ്പെട്ട സുരക്ഷ, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ എന്നിവ ഉയർന്ന പോളിംഗിനുള്ള പ്രധാന കാരണമായി ഉൾപ്പെടുന്നുണ്ട്. മുൻപ് ഉയർന്ന തോതിലുള്ള ഭീകരവാദത്തിന് പേരുകേട്ട ജമ്മുകാശ്മീരിലെ ബാരാമുള്ള ലോക്സഭാ മണ്ഡലം തിങ്കളാഴ്ച എക്കാലത്തെയും ഉയർന്ന വോട്ടർമാരുമായി ചരിത്രപരമായ നാഴികക്കല്ല് കൈവരിച്ചു. 1967-ൽ ഇവിടെ ആദ്യമായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ടത്തിൽ ആരോഗ്യകരമായ 59% പോളിംഗ് അങ്ങനെ രേഖപ്പെടുത്തി. ബാരാമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് 1984-ൽ 58.90% ഈ റെക്കോർഡ് നേട്ടം സൃഷ്ടിച്ചതിന് ബാരാമുള്ളയിലെ ജനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അത്തരം സജീവ പങ്കാളിത്തം വലിയ പ്രവണതയാണെന്ന് പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അഭേദ്യമായ പ്രതിബദ്ധതയ്ക്ക് ബാരാമുള്ളയിലെ എൻ്റെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും അഭിനന്ദനങ്ങളെന്നും അത്തരം സജീവ പങ്കാളിത്തം ഒരു മികച്ച പ്രവണതയാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്തതിൽ 17,37,865 വോട്ടർമാരുണ്ട്. ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, പീപ്പിൾസ് കോൺഫറൻസ് പ്രസിഡന്റ് സജാദ് ഗനി ലോൺ, ജയിലിൽ കഴിയുന്ന അവാമി ഇത്തേഹാദ് പാർട്ടി തലവൻ ഷെയ്ഖ് അബ്ദുൾ റഷീദ് എന്ന എഞ്ചിനീയർ റഷീദ് എന്നിവരുൾപ്പെടെ 22 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഇവിടെയുള്ളത്. വർദ്ധിച്ച സുരക്ഷ, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, കേന്ദ്രഭരണ പ്രദേശത്ത് ദീർഘകാല ഗവർണർ ഭരണം തുടങ്ങിയ നിരവധി പ്രധാന ഘടകങ്ങളുടെ പശ്ചാത്തലത്തിലാണ് റെക്കോർഡ് ഭേദിച്ച വോട്ടിംഗ് ശതമാനം. മെച്ചപ്പെട്ട സുരക്ഷാ അന്തരീക്ഷമായിരുന്നു ഒരു പ്രധാന ഘടകം. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി ഭീകരവാദ ഭീഷണി ഇല്ലായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപും സമയത്തും ബഹിഷ്കരണ ആഹ്വാനങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് ഭയരഹിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. സാധാരണ പൗരന്മാർക്ക് ഭയമില്ലാതെ പുറത്തിറങ്ങാനും വോട്ട് ചെയ്യാനും ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ കാശ്മീരിൽ ഭൂരിപക്ഷം ജനങ്ങളെയും എത്തിച്ചതിൽ പ്രധാനമായും നന്ദി പറയേണ്ടത് ഇന്ത്യൻ സൈന്യത്തിനും ജമ്മുകാശ്മീർ പോലീസിനും നരേന്ദ്രമോദി സർക്കാരിനുമാണ്. കാശ്മീരിനെ സംബന്ധിച്ച് നരേന്ദ്രമോദി സർക്കാർ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്നതിൻ്റെ ഉത്തമ തെളിവാണ് ഇന്ത്യൻ ജനാധിപത്യത്തോടൊപ്പം കാശ്മീരിലെ ഭൂരിപക്ഷ ജനതയും അണിനിരന്നത്. നമ്മുടെ ജമ്മുകാശ്മീർ ഇങ്ങനെ തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ജയ് ഹിന്ദ്.